ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ശ്രീജിത്ത്. എൻ്റെ ഡോക്ടേഴ്സ് നോട്ട് എന്നുള്ള യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 2021 ജീപ്പ് കോമ്പസിൻ്റെ പുതിയ ഒരു അപ്ലിഫ്റ്റഡ് വേർഷനെ പറ്റിയാണ്. ജീപ്പിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീപ്പ് വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഇയർ 1941 ഇൻ അമേരിക്ക. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ അവരുടെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വാഹനമാണ് ജീപ്പ്. അവിടെ നിന്നങ്ങോട്ട് ജീപ്പിന് ഒരുപാട് മോഡിഫിക്കേഷൻസും സ്പെസിഫിക്കേഷൻ ചേഞ്ചസുകളെല്ലാം വന്നു. അങ്ങനെ ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് വരുന്നത് ജീപ്പ് റാംഗ്ലറും അതുപോലെ തന്നെ ചെറോക്കി എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. പക്ഷേ അത് എന്തുകൊണ്ടോ നമ്മുടെ സൊസൈറ്റിയിൽ അത്ര ഹിറ്റായില്ല. കാരണം പലതാണ്. അതിലൊരു കാരണം അതിൻ്റെ പ്രൈസ് ടാഗ് തന്നെയാണ്. അതിന് ഏകദേശം 50 ലക്ഷത്തിന് മേളിലോട്ട് വിലയുണ്ട് താനും. അങ്ങനെ വന്നപ്പോഴാണ് 2017 ജീപ്പ് ഇന്ത്യയിൽ അവർ കോമ്പസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് കൊണ്ടുവന്നത്. കോമ്പസ് 2017 കൊണ്ടുവന്നപ്പോൾ അതിനൊരു വലിയൊരു പഞ്ച് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, അന്നത്തെ കാലത്തെ ഒരു സൂപ്പർ ഹിറ്റ് വാഹനം എന്ന് തന്നെ പറയാം ജീപ്പ് കോമ്പസ് 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ ഇപ്പോൾ 2021, അതായത് 4 വർഷമായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു 2 അപ്ലിഫ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് കഴിഞ്ഞ വർഷം വന്നതാണ് ഇതിൻ്റെ ഒരു 3rd ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞ ഒന്നാണ് നൈറ്റ് ഈഗിൾ വേർഷൻ. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഉടച്ചു വാർത്തിട്ട് അവർ കുറച്ച് ഇൻറ്റീരിയേഴ്സിലും എക്സ്റ്റീരിയേഴ്സിലും വളരെ കുറച്ച് വ്യത്യാസങ്ങളോടുകൂടി പുതുതായിട്ടൊരു ജീപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയത് ജീപ്പല്ല, ആക്ച്വലി ഇതൊരു ജീപ്പ് കോമ്പസ് തന്നെയാണ്. പക്ഷേ അവരതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കുറച്ചധികം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജീപ്പിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് കിയ സെൽട്ടോസ്, അതുപോലെ ക്രേറ്റ, ഇത്തരം വാഹനങ്ങളാണ്. പക്ഷേ ജീപ്പ് ഈ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ടാഗ് ജീപ്പിന് കുറച്ച് കൂടുതലും എന്നാൽ ഫീച്ചേഴ്സ് കുറച്ച് കുറവുമാണ്. അപ്പോൾ ആ ഒരു പോരായ്മ തന്നെയാണ്. അപ്പോൾ അത് കാരണം ഒരു 2017-18 ആ കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു പഞ്ച്, ജീപ്പ് മേടിക്കാനുള്ള ഒരു പഞ്ച് ഇപ്പോൾ കാണുന്നില്ല. അത് കുറച്ചൊരു ആ ഗ്രാഫ് താഴോട്ട് പോയി. അപ്പോൾ അത് കമ്പനി ഉൾക്കൊണ്ടിട്ട് അവർ ആവശ്യം വേണ്ട മോഡിഫിക്കേഷൻസും എല്ലാം ഫീച്ചേഴ്സും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പുതിയ വേരിയൻസിനെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പുതിയ വേരിയൻറ്റിൽ ശരിക്കും 4 വേരിയൻ്റാണ് ഉള്ളത്. 1 സ്പോർട്സ്, അത് ബേസ് വേരിയൻ്റാണ്. 2 ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷണൽ, അത് സ്പോർട്സിന് തൊട്ട് മേളിൽ നിൽക്കുന്ന വേരിയൻ്റാണ്. 3-മത്തേത് ലിമിറ്റഡ് ഓപ്ഷണൽ. 4-മത്തേത് ഒരു ആനിവേഴ്സറി എഡിഷൻ, അതിനെ ആനിവേഴ്സറി ഓപ്ഷണൽ വേരിയൻ്റ് എന്ന് പറയും. ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈനാണ് എസ് എഡിഷൻ എന്ന് പറയും. എസ് എഡിഷൻ അല്ലെങ്കിൽ എസ് ഓപ്ഷണൽ. അപ്പോൾ ഈ 5 വേരിയൻ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ദീദി മോട്ടോഴ്സിലാണ്, അതായത് തിരുവനന്തപുരത്തുള്ള ബൈപ്പാസിലുള്ള ദീദി മോട്ടോഴ്സിലാണ്. അപ്പം എനിക്കിപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് 3 വേരിയൻ്റാണ്. ഒന്ന് ബേസ് വേരിയൻ്റായ സ്പോർട്സ് വേരിയൻറ്റ്, അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷണൽ വേരിയൻറ്റും അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ലിമിറ്റഡ് ഓപ്ഷണൽ വേരിയൻറ്റുമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ 3 വേരിയൻറ്റിനെ പറ്റിയും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.
നമുക്ക് ആദ്യം ജീപ്പ് കോമ്പസിൻ്റെ ബേസ് വേരിയൻ്റായ സ്പോർട്സ് വേരിയൻറ്റിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഇത് 2021 ജീപ്പ് കോമ്പസിൻ്റെ സ്പോർട്സ് വേരിയൻ്റാണ്. സ്പോർട്സ് വേരിയൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബേസ് വേരിയൻ്റാണ്. പ്രകടമായ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, നേരത്തെ ഇവിടെ ഒരു ഹണികോം പാറ്റേൺ ആയിരുന്നുണ്ട്, ഈ 7 സ്ലോട്ട് ഗ്രില്ല് അതങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കവേർഡാണ്, കണ്ടില്ലേ? അതൊരു ടെക്സ്ചേർഡ് ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഹണികോംബല്ല, ഹണികോംബാണ്, പക്ഷേ അത് ടെക്സ്ചേർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ചുറ്റും ഒരു സിൽവർ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ പറയുവാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പത്തെ വേരിയൻസിൽ ഈ ഫോഗ് ലാമ്പ് ക്ലസ്റ്റർ താഴെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് ഫോഗ് ലാമ്പ് ഇതിനകത്തില്ല. പക്ഷേ ഈ ഒരു ചെറിയൊരു ഇൻസേർട്ട് അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അത് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു സ്പോർട്ടിനെസ് വാഹനത്തിന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വേറെ പറയത്തക്ക മാറ്റങ്ങളൊന്നും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിനില്ല. ഈ ക്യാരക്ടർ ലൈനൊക്കെ നേരത്തെ ഉള്ള അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ക്യാരക്ടർ ലൈൻ, ബോണറ്റിലുള്ള ക്യാരക്ടർ ലൈൻ. പിന്നെ ഒരു മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് LED റിഫ്ലക്റ്റഡ് ഹെഡ് ലാമ്പാണ്. LED റിഫ്ലക്റ്റഡ് ഹെഡ് ലാമ്പ് ജീപ്പുകാർ ബേസ് വേരിയൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരു വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സൈഡ് പ്രൊഫൈൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. എടുത്ത് പറയത്തക്ക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ തന്നെ 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്, 17 ഇഞ്ചിൻ്റെ ടയറുകളും. അത് സാധാരണ വാഹനങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല. ബേസ് വേരിയൻറ്റിൽ തന്നെ 17 ഇഞ്ചിൻ്റെ അലോയ് വീലുകളും ടയറും അങ്ങനെ കൊടുക്കാറില്ല. പിന്നെയുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് ബ്ലാക്ക് കവറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് വ്യൂ മിററിന് ബ്ലാക്ക് കവറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ബോഡി കളർഡ് അല്ല, ബ്ലാക്ക് കവറിംഗ് ആണ്. പിന്നെ പ്രകടമായ മാറ്റം എന്ന് പറഞ്ഞാൽ ബാക്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ യാതൊന്നും തന്നെ ഇല്ല. സ്പോർട്സ് എന്നൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ. പിന്നെ എനിക്ക് തോന്നിയത് ഇവിടെ റൂഫിൽ അവർ ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ വേരിയൻസിലൊന്നും ഷാർക്ക് ഫിൻ ആൻറ്റിന ഇല്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു പുതിയതായിട്ട് അവർ കൊണ്ടുവന്നതാണ്. ഇത്രയേ ഉള്ളൂ. എക്സ്റ്റേണലി പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പ് കോമ്പസ് പെട്രോൾ വേരിയൻറ്റ് സ്പോർട്സ് വേരിയൻറ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ മെയിനായിട്ടുള്ള വ്യത്യാസം. നമുക്ക് ഉള്ളിലോട്ട് കടന്നു നോക്കാം. ഉള്ളിലാണ് ശരിക്കും പറഞ്ഞ ഇതിൻ്റെ 2021 മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിരിക്കുന്ന ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതൊരു ഫാബ്രിക് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ കുറച്ച് രസമുണ്ട്. പക്ഷേ കളറ് പെട്ടെന്ന് അഴുക്ക് പിടിക്കാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്ക് ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാബ് ഹാൻഡിൽ കാണാൻ ഒരു സ്റ്റഡി ലുക്ക് ഈ വാഹനം നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഡോർ പാനലിലുള്ളത്. പിന്നെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു സിൽവർ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ സീറ്റിങ്ങിനെ പറ്റി പറയാം. സീറ്റിങ്ങിൻ്റെ കുഷൻ ആഡിക്വേറ്റ് ആണ്. സീറ്റിംഗ് കുഴപ്പമില്ല. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഫ്രണ്ട് ബാക്ക് മാത്രമേ ഉള്ളൂ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ സീറ്റിനെ പറ്റി പറയാനായിട്ട് നമ്മളെ ഹഗ് ചെയ്യുന്ന തരത്തിലുള്ള സീറ്റുകളുണ്ട്. 2 ബോൾസ്റ്ററുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല നമ്മളെ ഹഗ് ചെയ്യുന്ന രീതിയിലാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിൽ ഇതുപോലെ നമ്മുടെ ഈ ഡോർ പാനലിൽ കണ്ട അതേപോലുള്ള ഫാബ്രിക് ഇൻസേർട്ടുകൾ ഡാഷ്ബോർഡിലും കൊടുത്തിട്ടുണ്ട്. അതായത് 3 ലെയറുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫസ്റ്റ് ലെയർ, അത് കഴിഞ്ഞ് ഒരു ഫ്ലോട്ടിംഗ് ഡിസൈൻ പോലെ അതിനിടയ്ക്ക് ഒരു ചെറിയൊരു പാനലുണ്ട്. അവിടെയാണ് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, അവിടെയാണ് നമ്മുടെ AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാനലിൻ്റെ ഇവിടെയാണ് AC വെൻറ്റുകൾ, ഇവിടെയും പിന്നെ ഈ സെൻട്രൽ കൺസോളിൻ്റെ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഒരു ഫാബ്രിക് ഇൻസേർട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഒരു പാനൽ, അതിനുശേഷം പിന്നെ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങിൻ്റെ ഒരു പാനൽ. അങ്ങനെ 3 ലെയർ, ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. ഇനി ഇവിടെ തന്നെ ഗ്ലൗ ബോക്സ് ഉണ്ട്. ഗ്ലൗ ബോക്സിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എന്താ പറയുക, നല്ല ഡെപ്തൊക്കെ ഉള്ളൊരു ഗ്ലൗ ബോക്സാണ്. ബുക്കുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വയ്ക്കാൻ അഡിക്വേറ്റ് ആണ് ഗ്ലൗ ബോക്സ്. പിന്നെ സീറ്റ് കുറച്ച് പുറകിലോട്ട്, ഇതാണ് മാക്സിമം ലെഗ് സ്പേസ്, ഇതാണ് മിനിമം ലെഗ് സ്പേസ്. ഹൈറ്റ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഈ സെൻട്രൽ കൺസോൾ ഒരു
വാഹനത്തിൻ്റെ ബ്യൂട്ടി എനിക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ കൺസോളാണ്. ഈ ഒരു ബേസ് വേരിയൻറ്റ് പറഞ്ഞാൽ ഇതിനും ഒരു 20.75 lakhs അടുപ്പിച്ച് വരും എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഈ വാഹനത്തെ സംബന്ധിച്ച് ഇതൊരു ബേസ് വേരിയൻ്റാണ്. ഈ ബേസ് വേരിയൻറ്റിലാണ്ട് അവരിവിടെ സെൻട്രൽ കൺസോളിൽ നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗിയർ നോബിന് ചുറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷ്, അതിന് ചുറ്റും ഒരു സിൽവർ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡമ്മി സ്വിച്ചുകളാണ്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഡമ്മി സ്വിച്ചുകളാണ്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് പാർക്ക് സ്വിച്ചുകളാണ്. പിന്നെ ഇവിടെ ഒരു മൊബൈലൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്രയാണ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇങ്ങോട്ട് അതായത് ഈ ഡാഷ്ബോർഡിൻ്റെ സൈഡിലായിട്ട് വോളിയം പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റേഡിയോ ട്യൂണിങ് ചെയ്യാനുള്ള ബട്ടൺ. ഇവിടെ എ സിയുടെ സ്വിച്ചസ് അപ്പ് ഡൗണ്. ഇത് ഡ്യുവൽ ടോൺ എ സി അല്ല, കാരണം ഇവിടെ സ്വിച്ചസ് കൊടുത്തിട്ടില്ല. ഇത് സിംഗിൾ ടോൺ എ സി ആണ്. പിന്നെ എ സിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്ലോവർ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് റിയറിനായിട്ടുള്ള ബ്ലോവറിൻ്റെ സ്വിച്ചസ് എല്ലാം ഇവിടെ തന്നെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതിന് ജസ്റ്റ് മുകളിലായിട്ട് ആണ് ഇതിൻ്റെ ഒരു ഇൻഫോർമെൻറ്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബേസ് വേരിയൻ്റാണ്, പക്ഷേ എന്നാൽ കൂടി തെറ്റില്ലാത്ത രീതിയിൽ ഇൻഫോർമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല സുന്ദരമായിട്ടുണ്ട്. അതിനകത്തൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷ്. ഇവിടെ പാസഞ്ചർ എയർ ബാഗിൻ്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർക്ക്, പിന്നെ ഹസാർഡ് ലൈറ്റ്, ട്രാക്ഷൻ കൺട്രോള്, ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അതെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ എ സി വെൻറ്റുകളുടെ സ്വിച്ചസ് കൂട്ടാനും കുറയ്ക്കാനുള്ള, ബ്ലോവർ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ചസ് എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഡെപ്തുള്ള സ്റ്റോറേജ് സ്പേസാണ്. അത് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഹാൻഡൊക്കെ റെസ്റ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് വാഹനം ഓടിച്ചു പോകാം. ഇനി നമുക്ക് ഡ്രൈവർ സീറ്റിലോട്ട് വരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഈ ഡോർ ഒന്ന് അടച്ച് നോക്കാം. കണ്ടില്ലേ സൗണ്ട്? അതൊരു സ്റ്റേഡിനെസ് ഈ വാഹനത്തിന് ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട്, ഈ ഒരു ഡ്രൈവർ ഡോർ പാനൽ. അപ്പോൾ ഇത് ഡ്രൈവർ സൈഡ് ഡോറാണ്. അപ്പോൾ ഡ്രൈവർ സൈഡ് ഡോറിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നമ്മുടെ റിയർ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ അപ്പ്, ഓട്ടോ ഡൗൺ, ഇതിൻ്റെ കൺട്രോൾ ഇവിടെ ഫ്രണ്ടിലത്തെ ഡ്രൈവറിൻ്റെയും പാസഞ്ചർ സൈഡിൻ്റെയും സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലോക്ക് അൺലോക്ക് ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ സൈഡിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഒരു ഫാബ്രിക് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു 2 ലിറ്റർ പറ്റത്തില്ല, ഒരു 1 ലിറ്ററിൻ്റെ 2 ബോട്ടിൽസ് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ, അതിന് ചുറ്റും ഒരു സിൽവർ ഇൻസേർട്ട്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡാഷ്ബോർഡിൽ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലസ്റ്റർ ഡിമ്മിങ്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റാണ്. ഫ്രണ്ടിലും ബാക്കിലോട്ടും മാറ്റാം. ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ പ്രകടമായ മാറ്റം മുന്നത്തെ വേരിയൻറ്റിനെക്കാട്ടിലും ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രകടമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിലാണ്. ഈ സ്റ്റിയറിംഗ് വീലിനകത്ത് ഈ ജീപ്പ് എന്നുള്ള ലോഗോ ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നീളത്തിൽ. പക്ഷേ ഇന്ന് തൊട്ട് മുന്നത്തെ വേരിയൻറ്റിൽ ഇതൊരു ഈ ലോഗോ റൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ക്ലാസി ലുക്ക് തരുന്നത് പഴയ മോഡലാണെന്നാണ് തോന്നുന്നത്, ഈ അറ്റ്ലീസ്റ്റ് സ്റ്റിയറിംഗ്. പക്ഷേ ഒത്തിരി ആൾക്കാർക്ക് ഈ സ്റ്റിയറിംഗ് ഡിസൈൻ ഇഷ്ടപ്പെട്ടവരുണ്ട്. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിന് ഈ സ്റ്റിയറിംഗ് ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് പഴയ പ്രോബ്ലി അത് എൻ്റെ വാഹനം ജീപ്പാണ്. അപ്പം എൻ്റെ അതിനകത്തിരിക്കുന്നത് അത് ആ മോഡലായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡോ മീറ്റർ റൈറ്റ് സൈഡിലും RPM മീറ്റർ ലെഫ്റ്റ് സൈഡും. ഏകദേശം 4500 RPM റെഡ് ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ പറയത്തക്ക ഇതിനകത്തിപ്പം U-കണക്ട് സിസ്റ്റമാണുള്ളത്. ഈ ടച്ച് ഇത് വണ്ടി ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഫീച്ചേഴ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്തിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, ഓട്ടോ കാർപ്ലേ എല്ലാം നമുക്ക് മൊബൈൽ ഫോൺ വഴി പെയർ ചെയ്യാൻ പറ്റുന്നതാണ്.
വേറെ മോറിൽ സൺവൈസറുണ്ട്, സൺവൈസർ അല്ലെങ്കിൽ സൺ ബ്ലൈൻഡർ. അപ്പോൾ അതിനകത്ത് ഇവിടെ ഒരു ലൈറ്റില്ല, പക്ഷേ ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു 2 ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററുണ്ട് ഇവിടെ, ഓപ്പോസിറ്റ് കോ ഡ്രൈവർ പാസഞ്ചർ സൈഡിലും അതുപോലെ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാവുന്നത് ഇതിൻ്റെ ലൈറ്റ് സ്വിച്ചസ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു നോർമൽ റിയർ വ്യൂ മിററാണ്, ഓട്ടോ ഡിമ്മിങ് മിററല്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടോപ്പ് ഓഫ് ദ ലൈൻ വേരിയൻ്റ് എസ് വേരിയൻറ്റിലൊക്കെ ഓട്ടോ ഡിമ്മിങ് മിറർ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്ക് സീറ്റിലോട്ട് പോവാം. ബാക്ക് സീറ്റിൽ ഡോർ പാഡിൽ ഇതുപോലെ ഈ ഗ്രാബ് ഹാൻഡിൽ നല്ല സ്റ്റേഡിയാണ്, കുറച്ച് തിക്നെസ്സൊക്കെ ഉള്ള നല്ല സ്റ്റേഡി ആയിട്ടുള്ളത്, കാണാൻ നല്ല ലുക്ക് വാഹനത്തിന് നൽകുന്നുണ്ട്. ഇവിടെ ഒരു ഫാബ്രിക് ഇൻസേർട്ടുണ്ട്. ഇവിടെ ഈ വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1 ലിറ്റർ ബോട്ടിൽ വയ്ക്കാം, സുഖമായിട്ട് വയ്ക്കാം. സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ തൈ സപ്പോർട്ട് അവർ കൂട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ തെറ്റില്ലാത്ത തൈ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ റൂമും ആഡിക്വേറ്റ് ആണ്, ഹെഡ് റൂം ലാവിഷാണ്. പിന്നെ ഇൻക്ലിനേഷൻ ആംഗിളും വലിയ കുഴപ്പമില്ല. ബാക്കിൽ നമുക്കിവിടെ ഒരു എന്താ പറയുക സെൻട്രൽ ടണൽ കുറച്ച് ഹൈറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു 4 പേർക്ക് സുഖമായിട്ടിരിക്കാം. 3 പേർക്കാണ്, 5ാമത്തെ ആളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം വരില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ സെൻട്രൽ ടണൽ ഉള്ളതുകൊണ്ട് കാല് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവിടെ ഈ ബാക്കിൽ ഒരു എന്താ പറയുക ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ആണ് ബാക്കിലോട്ടുള്ള AC വെൻറ്റുകൾ. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല മുന്നത്തെ വേരിയൻറ്റിനെക്കാട്ടിയും, അതായത് നേരത്തെ എക്സിസ്റ്റിംഗ് ജീപ്പിനെക്കാട്ടിയും കുറച്ചുകൂടെ നന്നായിട്ടിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഇവിടെ USB ചാർജിങ് പോർട്ടുണ്ട്, താഴെയും ഒരു ചാർജിങ് പോർട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ. ബാക്ക് സൈഡ് ഇവിടെ ഒരു മുകളിലോട്ടൊരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അത് സ്പ്രിങ് ഗ്രാബ് ഹാൻഡിൽ കണ്ടില്ലേ, സ്ലോ ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോട്ട് ഹൂക്കും ഉണ്ട്. ഇതൊക്കെ തന്നെയുള്ളൂ സ്പോർട്സ് വേരിയൻറ്റിനെ പറ്റി പറയാൻ. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ ലൈറ്റുകൾ, റിയർ വ്യൂ ക്യാമറ ഉണ്ട്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ജീപ്പ് അവരുടെ ബേസ് വേരിയൻറ്റിൽ തന്നെ ക്യാമറ കൊടുത്തിട്ടുണ്ട്, റിയർ വ്യൂ ക്യാമറ. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയുണ്ട്, അത് ബേസ് വേരിയൻറ്റിൽ ഒരു കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസ് പറയാനായിട്ട് ഇവിടെ ബൂട്ട് സ്പേസ്, അഡിക്കേറ്റ് ബൂട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ 2 ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പാഴ്സൽ ട്രേ ഇതിന് ഇല്ല. പാഴ്സൽ ട്രേ നമ്മൾ അഡീഷണലായിട്ട് മേടിക്കേണ്ടി വരും. പിന്നെ സ്പെയർ വീല് ഇതിൻ്റെ അകത്താണ് കൊടുത്തിട്ടുള്ളത്. സ്പെയർ വീലും അതിനകത്ത് ടോപ്പ് സ്പീഡ് 120 km/h എന്ന് കൊടുത്തിട്ടുണ്ട്, മാക്സിമം സ്പീഡ്. ഇത് പിന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലൊക്കെ ഈ ഇലക്ട്രിക് ടെയിൽ ഗേറ്റാണ്, അതായത് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് മാനുവലാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ സ്പോർട്സ് വേരിയൻറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത വേരിയൻ്റായ ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനെ പറ്റി പറയാം.